ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ജമനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയെ ഭയങ്കരമായിട്ടും പ്രശംസിക്കുകയാണ് അച്ചമ്മ. രേവതിയെ മാത്രമല്ല സച്ചിയെയും പ്രശംസിക്കുകയാണ്. കാരണം അച്ചമ്മ പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനമാണ് ഇവർ രണ്ടുപേരും കൊടുത്തത്. അപ്പോൾ നമ്മുടെ സുധി എടുത്ത വായിക്കും ചോദിക്കുകയാണ്, അച്ചമ്മ ഇപ്പം എല്ലാവരുടെ സമ്മാനങ്ങൾ അച്ചമ്മയ്ക്ക് കിട്ടിയില്ലേ, ഇനി അച്ചമ്മയുടെ ആ സർപ്രൈസ് ഗിഫ്റ്റ് ആർക്കാണുള്ളത്, അതൊന്ന് കാണിച്ചു തന്നാലും അച്ചമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സ് ഒരുപാട് നിറഞ്ഞു. എനിക്ക് വളരെയേറെ സന്തോഷമായി. എൻ്റെ ആ സർപ്രൈസ് ഗിഫ്റ്റില്ലേ, അത് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ അവിടെ നിന്ന് എണീക്കുകയാണ്. അങ്ങനെ എണീറ്റ് നമ്മുടെ അച്ഛമ്മ റൂമിലേക്ക് പോയി ആ ഒരു ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വരിക. ഗിഫ്റ്റ് എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും എല്ലാവരും ആകാംക്ഷയോട് കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അച്ഛമ്മ പറയാ, ഇത് പാരമ്പരാഗതമായി കൈവരിച്ചു വരുന്ന ഒരു ഗിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഒരു സ്വത്താണ്, അപൂർവ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അതിൽ നിന്ന് ഒരു വലിയൊരു കോയിൻ എടുക്കുക. അപ്പോൾ വലിയൊരു ഗോൾഡ് കോയിൻ ഇങ്ങനെ എടുത്തു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കണ്ണ് തള്ളി നിന്ന് പോയൊരവസ്ഥ. ഇതാണ് ആ സ്വത്ത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി. അപ്പോൾ ശ്രുതിയൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം ആ ഗിഫ്റ്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. കാരണം അച്ചമ്മയ്ക്ക് കരിമണിമാലയാണ് കൊടുത്തിരിക്കുന്നത്. അച്ചമ്മയ്ക്ക് കരിമണിമാല ഭയങ്കര ഇഷ്ടമാണെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു ഗിഫ്റ്റാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ അത് കിട്ടുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അച്ഛൻ പറയാ, എല്ലാവരുടെയും ഗിഫ്റ്റ് എനിക്കിഷ്ടമായി, ഞാനത് സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിനെ തൊട്ട ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് തന്നവർക്കാണ് ഞാനിത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ട് നമ്മുടെ രവിയാണെങ്കിൽ, അമ്മയുടെ ഈ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കേ എനിക്ക് മനസ്സിലായി ഇത് എടുത്തുകൊണ്ട് വരാൻ പോകുന്നതെന്ന്. അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, അർഹതപ്പെട്ട കൈകളിൽ തന്നെ ഈ കോയിൻ കൊടുക്കണം അമ്മ എന്ന് പറയുകയാണ്. അതേടെ രവി, ഞാൻ അത് തന്നെയാണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ 2 പേര് ഇപ്പം എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയ കൂട്ടുകാരികൾ. അവരെ കൊണ്ടുവന്നത് എൻ്റെ സച്ചിമോനാ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ് അവൻ എനിക്ക് തന്നത്. പിന്നെ രേവതിയാണെങ്കിൽ ഞാൻ പറഞ്ഞ പഴയ കാര്യങ്ങൾ മുഴുവനും അവള് ഫോണിൽ അത് പകർത്തിയെടുത്തു. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ അവളത് കാണിക്കുകയും ചെയ്തു. അതും എൻ്റെ മനസ്സിനെ തൊട്ട ഗിഫ്റ്റ് തന്നെയാണ്. ഇങ്ങനൊരു ഗിഫ്റ്റ് ആർക്കും തരാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അപൂർവങ്ങളായി സൂക്ഷിച്ചു വെച്ച ഈ ഒരു സ്വത്ത് ഞാൻ സച്ചിക്കും രേവതിക്കും കൈമാറുകയാണ് എന്ന് പറയുകയാണ്. എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ എല്ലാവരുടെ മുഖഭാവം എന്ന് പറയണം. പക്ഷേ വർഷയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. വർഷയുടെ അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടി ആ ഗിഫ്റ്റ് നിനക്ക് വേണ്ടി തന്നെ ഉള്ളതായിരിക്കും, കാരണം നീയല്ലേ പണക്കാരി വീട്ടിലെ പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ വർഷ അതൊന്നും കാര്യമാക്കാനായിട്ട് നിന്നുമില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ കാലിയും വരികയാണ്. പക്ഷേ ഭാമയ്ക്ക് വല്ലാത്ത ഇഷ്ടവും തോന്നി. കാരണം ഭാമയുടെ ആഗ്രഹം രേവതിക്കും സച്ചിക്കും ആ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ അച്ഛമ്മ നേരെ സച്ചിയെ വിളിക്കുകയാണ്, മോനെ സച്ചി ഇങ്ങോട്ട് വന്നേ, ഇനി ഈ സ്വത്ത് നിനക്കുള്ളതാണ് എന്ന് പറയുകയാണ്. ഇത് യാതൊരു കാരണവശാലും ആർക്കും കൈമാറാൻ പാടില്ല. എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും ഇത് പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പാടില്ല. ഇത് നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. ഇനി വരും തലമുറകൾക്കാണ് നിങ്ങളിത് കൈമാറേണ്ടത് എന്ന് സച്ചിയോടും രേവതിയോടും നമ്മുടെ അച്ഛമ്മ പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിയാണെങ്കിൽ, ഇല്ലച്ചമ്മേ, ഞങ്ങളിത് സൂക്ഷിച്ച് സുരക്ഷിതമായിട്ട് വെച്ചോളാം എന്ന് പറയുക. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ആ ഒരു നിധി കൈമാറുകയാണ് അച്ഛമ്മ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിയാണെങ്കിൽ കൈയടിച്ചിങ്ങനെ പാസ്സാക്കുകയാണ്. പക്ഷെ രവി കൈയടിച്ചല്ലോ, അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്കും കൈയടിച്ചല്ലേ മതിയാവണമെന്നൊക്കെ ചിന്തിച്ച് ശ്രുതിയൊക്കെ ഇങ്ങനെ കൈയടിക്കുകയാണ്. പക്ഷേ ചന്ദ്ര അവിടെ കൈയടിച്ചില്ല. ഭാമയ്ക്ക് ഒരുപാട് സന്തോഷവും തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ കലാവതി അമ്മമ്മയുടെ ആ ഒരു കൂട്ടുകാർത്തികൾ പറയാണ്, ഏതായാലും കലാവതി, നല്ല മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നീ ഭാഗ്യവതിയാണ് കലാവതി. നിനക്ക് നല്ല കൊച്ചുമോനെയാണ് കിട്ടിയിരിക്കുന്നത്. നിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, നിന്റെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന നല്ലൊരു കൊച്ചുമോനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് കലാവതി. കണ്ടില്ലേ,
അവൻ ഞങ്ങളെ കൊണ്ടുവന്നു. നിനക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഇപ്പം ഞങ്ങൾ മാറിയിരിക്കുകയല്ലേ കലാവതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയുടെയും കണ്ണുകളൊക്കെ നിറയുകയാണ്. അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ വളരെയേറെ ശരിയാണ്. എനിക്ക് കിട്ടിയ പുണ്യമാണ് എൻ്റെ സച്ചിമോൻ. പക്ഷേ എല്ലാ കൊച്ചുമക്കളും എനിക്ക് ഒരേപോലെ തന്നെയാണ്. അവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അവരും നല്ലവർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് സച്ചിക്ക് മാത്രമാണ്. ഇപ്പോഴേ സച്ചിയുടെ കൂടെ രേവതിയുണ്ട്, അവൾക്കും എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. ഇവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയാണ് ആ ഒരു കോയിൻ കിട്ടിയപ്പോൾ. അപ്പോൾ നമ്മുടെ സച്ചി നേരെ അച്ഛമ്മയുടെ അടുത്ത് എത്തുകയാണ്. അച്ഛമ്മേ, ഞാനൊരു കാര്യം പറയാം അച്ഛമ്മേ. എനിക്ക് ഈ ഗിഫ്റ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അച്ഛമ്മയുടെ മുന്നിലേക്ക് ഇവരെ കൊണ്ടുവന്നത്. അച്ഛമ്മ എപ്പോഴോ ഒരിക്കൽ എന്നോടൊരു പറഞ്ഞൊരു ഓർമ്മ. ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ കാണിച്ചിട്ട് ഇവർ രണ്ടുപേരും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളാണ്. വർഷങ്ങളായി ഞാൻ ഇവരെ കണ്ടിട്ട്. ഇവരെ കണ്ടിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് ഒരുപാട് സന്തോഷിച്ചാനേ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ കരഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛമ്മേ. അതുകൊണ്ടാണ് ഞാൻ ഇവരെ തന്നെ കൊണ്ടുവന്നത്. പിന്നെ അച്ഛമ്മയ്ക്ക് തരാനുള്ള ഗിഫ്റ്റ് മേടിക്കാനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അച്ഛമ്മേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ സങ്കടത്തോടെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയുടെയും കണ്ണുകളിൽ നിറയണം. മോനെ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈകളിങ്ങനെ പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ അച്ഛമ്മ. എടാ മോനെ, ഇതിൽ പരം സമ്മാനം എനിക്ക് എന്ത് വേണോടാ? എടാ, നിൻ്റെ ആ നല്ല മനസ്സില്ലേ, അതാണ് ഞാൻ കണ്ടത് മോനെ. എന്നാലും എനിക്ക് വേണ്ടി നീ എത്ര ദൂരെയാണെങ്കിലും പോയി ഇവരെ കൊണ്ടുവന്നില്ലേ? ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചാൽ ഇവരെ നീ എൻ്റെ അരികിലേക്ക് എത്തിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ സംസാരിക്കുകയാണ്. നീ എനിക്ക് കിട്ടി പുണ്യമാടാ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ സച്ചിയെ പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയൊക്കെ പറയാണ്, എടി ശ്രുതി, ഞാനപ്പോഴേ പറഞ്ഞല്ലേ ഈ ഗിഫ്റ്റ് എനിക്ക് കിട്ടില്ലെന്ന്. ചുമ്മാ മനുഷ്യൻ വെറുതെ മെനക്കെട്ട് കരിമണി മാലയൊക്കെ മേടിച്ചു കൊടുത്തു. എൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ചുമ്മാ പൈസ കളയാൻ വേണ്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കിടന്ന് കുനുകുനാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ രേവതിയുടെ അമ്മയ്ക്കും അത് വളരെയേറെ സന്തോഷമായി. കാരണം നല്ലൊരു അടിപൊളി ഗിഫ്റ്റാണല്ലോ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് ധാരണ എല്ലാം ഇങ്ങനെ കഴിഞ്ഞു. പിന്നീട് നമ്മുടെ രേവതി അച്ഛമ്മ കൊടുത്ത ആ ഒരു ഗോൾഡ് കോയിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ രേവതിക്ക്. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സച്ചി, രേവതി നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? അച്ഛമ്മ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. നീ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നത്? സച്ചിയേട്ടാ, ദേ അച്ഛമ്മ തന്ന ഈ ഗിഫ്റ്റ് ഇല്ലേ, അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സച്ചിയേട്ടാ ഈ ഒരു ഗിഫ്റ്റ് ദേ നമുക്ക് തന്നെ കിട്ടുമെന്ന്. പക്ഷേ ഈ ഗിഫ്റ്റ് കിട്ടാനുള്ള കാരണം അത് സച്ചിയേട്ടൻ തന്നെയാ. ഞാനെന്ത് ചെയ്തെന്നോ? ഞാനെങ്ങനെയാ ഈ ഗിഫ്റ്റ് കിട്ടാനുള്ള കാരണമാകുന്നത്? സച്ചിയേട്ടനല്ലേ അച്ഛമ്മയുടെ പ്രിയ കൂട്ടുകാരികളെയും കൂട്ടിക്കൊണ്ടു വന്നത്. അത് അച്ഛമ്മയുടെ ഹൃദയത്തിലാണ് തൊട്ടത്. അച്ഛമ്മയ്ക്ക് വളരെയേറെ സന്തോഷകരമായ കാര്യമാണത്. അതുകൊണ്ടാ അച്ഛമ്മ ഈ ഗിഫ്റ്റ് സച്ചിയേട്ടന് തന്നെ തന്നത്. രേവതി, നീയും മോശമൊന്നല്ല. അച്ഛമ്മ പറഞ്ഞ പണ്ടത്തെ കാര്യങ്ങളെല്ലാം നീ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അത് എല്ലാവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തില്ലേ? ആ ഒരു കാര്യവും അച്ഛമ്മയ്ക്ക് വളരെയേറെ സന്തോഷം കൊടുത്ത കാര്യം തന്നെയാണ്. നിന്നെയും പ്രശംസിച്ചത് കേട്ടില്ലേ അച്ഛമ്മ? സച്ചിയേട്ടാ, എന്തൊക്കെ വന്നാലും ഇത് നമുക്ക് പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും ചെയ്യരുത്. നമ്മളോട് ഇത് സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, നമ്മളോട് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ സച്ചിയേട്ടാ, ഇതെവിടെ വെക്കും? ഇത് കളവ് പോകാൻ പാടല്ലോ. ഒരിക്കലും പാടില്ല. എങ്കിലേ നമുക്ക് ഇത് പൂജാ റൂമിൽ കൊണ്ടുവച്ചാലോ? കൊള്ളാം, ബെസ്റ്റ്. പൂജാ റൂമിൽ വെച്ചാലേ ദേ സുധി അത് എപ്പോൾ അടിച്ചുകൊണ്ട് മാറ്റിയെന്ന് പോയെന്ന് വിചാരിച്ചാൽ മതി. നിനക്ക് എന്താ പറ്റിയത് രേവതി? അല്ലെങ്കിലും നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ സുധി ഈ ഗിഫ്റ്റിൽ തന്നെയാണ് സുധിയുടെ കണ്ണ്. അപ്പോൾ പിന്നെ സുധിയാണ് ഇവിടുത്തെ പെരുങ്കള്ളൻ. അവൻ അത് അടിച്ചുകൊണ്ട് പോകും. പിന്നെ നമ്മുടെ സ്വർണങ്ങളെല്ലാം ഗോൾഡ് കവറിങ് ആക്കിയതുപോലെ ഈ ഗോൾഡ് കോയിനും അവൻ ഗോൾഡ് റോൾഡ് ആക്കി മാറ്റും. അതുകൊണ്ട് അത് വേണ്ട. എങ്കിൽ പിന്നെ സച്ചിയേട്ടാ, നമുക്കേ ഈ കോയിന് നമ്മുടെ ഷെൽഫിൽ വെക്കാം, എന്നിട്ട് അടച്ചു പൂട്ടി വെക്കാം. ഈ വീട്ടിൽ തന്നെ വെക്കണ സുരക്ഷിതമാണോ എന്നാണ് എൻ്റെ സംശയം. അല്ലെങ്കിലും അവൻ്റെ കണ്ണ് ഇതിൽ തന്നെ ആയിരിക്കും. എപ്പോൾ അടിച്ചു മാറ്റിയെന്ന് ആലോചിച്ചാൽ മതി. അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. എല്ലാം ഞാൻ പൊള്ളിച്ചെടിക്ക് ഞാൻ കൈ കൊടുക്കുന്നുണ്ട്. സച്ചിയേട്ടാ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ? ദേ അച്ഛമ്മ ഇവിടെ തന്നെ ഉണ്ട്.
ഇപ്പം ഈ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അച്ഛമ്മ നാളെ പോയതിന് ശേഷം നമുക്കിതെല്ലാം ചോദിച്ചാൽ മതി. അത് അത്രേ ഉള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. കേട്ടോ രേവതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. നമ്മുടെ അച്ഛമ്മയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വിടുകയും ചെയ്യാണ് സച്ചി. അങ്ങനെ എടാ സച്ചി നീ ഇവിടെ ഇരുന്നേ എന്ന് അച്ഛമ്മ പറയാ. എന്താ അച്ഛമ്മേ? അതെ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? നീയും രേവതിയും തമ്മിൽ എന്താ പ്രശ്നമെന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ. നീ എന്താ അവളെ വഴക്ക് പറഞ്ഞോ? അയ്യോ അച്ഛമ്മേ, നേരത്തേക്ക് വഴക്കൊക്കെ പറയുമായിരുന്നു, ഇപ്പം അതുപോലും ഇല്ല. ഞങ്ങൾ തമ്മിൽ ഇപ്പം യാതൊരു പ്രശ്നവുമില്ല അച്ഛമ്മേ. അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ സച്ചി, നിന്റെ മുഖഭാവം കണ്ടാൽ എനിക്കറിയാലോ. നീ ജനിച്ച നാൾ മുതൽ നിന്നെ കാണുന്നവളല്ലേ ഞാൻ. അപ്പോൾ നിന്റെ മുഖത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതെനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. രേവതിക്കും മുഖത്തിന് വലിയ ഉഷാറൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ അല്ലെങ്കിൽ ചന്ദ്രമതി എന്തെങ്കിലും അവളെ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യോ ഇല്ല അച്ഛമ്മേ, ഒരു പ്രശ്നവും ഇല്ല അച്ഛമ്മേ. എന്ത് പ്രശ്നം? അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ദേ സച്ചി, എന്നോട് കള്ളം പറയാൻ നിൽക്കരുത്, അവളെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. അയ്യോ ഇല്ല എൻ്റെ പൊന്നച്ചമ്മേ, അവളിപ്പോൾ എന്നെയാണ് വഴക്ക് പറയാറ്. അവൾ വഴക്ക് പറയുന്നുണ്ടെങ്കിലേ അത് കേട്ടോ, നല്ല കാര്യമാണ്. ദേ എന്ന് വിചാരിച്ച് അവൾക്കെതിരെ കയർത്തൊന്ന് സംസാരിക്കാൻ നിൽക്കരുത്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. രേവതിയുടെ കുടുംബത്തിന് നീ മാത്രമേ ഉള്ളൂ എൻ്റെ സച്ചി. ദേ അവർക്ക് അച്ഛൻ പോലും ഇല്ലല്ലോ. അതുകൊണ്ട് ദേവുവിൻ്റെ പഠിത്തമെല്ലാം കഴിയുമ്പോൾ ദേവുവിൻ്റെ കല്യാണം നീ മുന്നിൽ നിന്ന് വേണം നടത്തി കൊടുക്കാനായിട്ട്. അവർക്ക് ആങ്ങളെയുള്ളത്, അത് ചെറുതല്ലേ, പഠിച്ചുകൊണ്ട് കിടക്കുകയല്ലേ. പിന്നെ ചെറുത്, നല്ല ചെറുതാണ്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടെന്നല്ല, അവൻ്റെ സംസാരവും കൂട്ടുകെട്ടൊക്കെ വലിയ ആൾക്കാരെ പോലെയും വലിയവരുടെ കൂടെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ രേവതിയുടെ കുടുംബത്തിൽ മുൻകൈ എടുത്ത് എല്ലാം നടത്തി കൊടുക്കേണ്ടത് ആള് നീ തന്നെയാണ് സച്ചി. അത് നീ ആലോചിച്ച് വേണം പെരുമാറാനായിട്ട്. ശരി എൻ്റെ പൊന്നച്ചമ്മേ, വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. അങ്ങനെ ചെയ്യണം. അതെ, എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ദേ വർഷം തന്നിരിക്കുന്ന ഫോണില്ലേ, അത് അച്ഛമ്മയ്ക്ക് തന്ന ഫോണിൽ കിടന്ന അടിപൊളി ഫോണാണ്. അതിൽ നീ എല്ലാവരെയും കണ്ട് സംസാരിക്കാമല്ലോ. പിന്നെ അച്ഛമ്മയുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും ഫോൺ നമ്പറൊക്കെ മേടിച്ചായിരുന്നോ? പിന്നെ അത് ഞാൻ മേടിക്കാതിരിക്കൂടാ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിക്കും, നിങ്ങളും എന്നെ വിളിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഉറപ്പായിട്ടും വിളിക്കുക തന്നെ ചെയ്യും. പിന്നെ രേവതിയോടെ എൻ്റെ വീഡിയോസ് എടുത്തില്ലേ, അതൊക്കെ എനിക്ക് അയച്ചു തരാനായിട്ട് പറയണേ സച്ചി. അത് പിന്നെ ഞാൻ പറയാതിരിക്കും അച്ഛമ്മേ, എല്ലാ അച്ഛമ്മക്ക് ഞാൻ അയച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.